രാജ്ഭവനിൽ ഗവർണറെ കണ്ട മന്ത്രിമാരായ പി രാജീവും ആർ ബിന്ദുവും താൽക്കാലിക VC നിയമനത്തിൽ പോര് തുടരുന്നതിനിടെ ഗവർണറുമായി കൂടിക്കാഴ്ച നടത്തിയ മന്ത്രിമാരായ പി രാജീവും ആർ ബിന്ദുവാണ് രാജ്ഭവനിലെത്തി ഗവർണറെ കണ്ടത്. സർവകലാശാലയിലെ സ്ഥിരം VC നിയമനം ചർച്ചയായി. വിവരങ്ങളുമായി ഡി ബിനോയ് ചേരുന്നു. ബിനോയ്, വിശദാംശങ്ങൾ. ഒരു സമവായ ചർച്ചയായിട്ട് വേണം ഗവർണർ മന്ത്രിമാരുടെ കൂടിക്കാഴ്ചയെ നമുക്ക് വിലയിരുത്താൻ. കാരണം ഏകദേശം 1 മണിക്കൂർ നീണ്ടുനിന്ന ചർച്ചയിൽ പ്രധാനമായും ഉയർന്നു വന്ന വിഷയം കഴിഞ്ഞ ദിവസങ്ങളിൽ ചാൻസലർ കൂടിയായ ഗവർണർ നടത്തിയ നിയമനമാണ്. അതായത് ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയിലേക്കും ഒപ്പം ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലേക്കും പുനർനിയമനം നൽകിയത് വലിയ ചർച്ചയായിരുന്നു. ഡോക്ടർ ശ്രീഷ തോമസിനും ഡോക്ടർ കെ ശിവപ്രസാദിനും സുപ്രീം കോടതി വിധിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു നിയമനം നൽകിയെന്നാണ് രാജ്ഭവൻ വാദിക്കുന്നതെങ്കിലും അത്തരം ഒരു കീഴ്വഴക്കം ശരിയല്ല. 2 സ്ഥാപനങ്ങളിലേക്കും 3 പേരുടെ വീതം പട്ടിക അടങ്ങിയ ഓരോ പാനൽ സമർപ്പിച്ചിട്ടും അതിൽ നിന്നും ഒരാളിനെ തിരഞ്ഞെടുക്കുന്നതിന് പകരം ഗവർണർ നടത്തിയ നീക്കത്തിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ CPM-ന്റെ ഭാഗത്തു നിന്നും ഒപ്പം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും നിയമമന്ത്രിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉയർന്നു വന്നത്. ഇതേ തുടർന്ന് വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഉയരുന്ന ഒരു സാഹചര്യത്തിൽ തന്നെയാണ് ഒരു സമവായത്തിലൂടെ മുന്നോട്ട് പോകാൻ സർക്കാരും ഗവർണറും ഏകദേശം ഒരു തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് വേണം നമുക്ക് കണക്കാക്കാൻ. അതിന്റെ ഭാഗമായിട്ടാണ് മന്ത്രി ആർ ബിന്ദുവും ഒപ്പം മന്ത്രി പി രാജീവുമായി കൂടിക്കാഴ്ച നടത്തിയത്. കൂടിക്കാഴ്ച 1 മണിക്കൂർ നീണ്ടുനിന്നെങ്കിലും പ്രധാന വിഷയം ഈ ഡിജിറ്റൽ സർവകലാശാലയിലെയും ഒപ്പം സാങ്കേതിക സർവകലാശാലയിലും VC നിയമനം, ഇത് കൂടാതെ സ്ഥിരം VC നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വലിയ തരത്തിലെ ചർച്ച ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. കാരണം സ്ഥിരം VC നിയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിനാവശ്യമായ സെർച്ച് കമ്മിറ്റി നിലവിൽ ഇല്ല. സെർച്ച് കമ്മിറ്റി കൊണ്ടുവരുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ നടത്തിയ ഒരു നീക്കമുണ്ടായിരുന്നു. അതിനുവേണ്ടി ബില്ല് നിയമസഭയിൽ പാസ്സാക്കിയിരുന്നു. ആ ബില്ലിന് നിലവിൽ രാഷ്ട്രപതിയുടെ പരിഗണനയിലായതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഒരു ബില്ലുമായി മുന്നോട്ട് പോയാൽ അത് സർക്കാരിന് പ്രതികൂലമാകാനാണ് സാധ്യത. അതുകൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഗവർണറുമായി ഒരു സമവായത്തിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ആ പ്രതിസന്ധി പരിഹരിക്കാൻ കഴിയുമെന്ന് സർക്കാരിനും പ്രതീക്ഷയുണ്ട്. എന്തായാലും സമവായത്തിലൂടെ തന്നെ ഇരു വിഭാഗങ്ങളും മുന്നോട്ട് പോകാനുള്ള ഒരു നീക്കത്തിന്റെ ഭാഗമായിട്ട് വേണം ഇതിനെ കണക്കാക്കാൻ. ഒപ്പം വരും ദിവസങ്ങളിൽ മുഖ്യമന്ത്രി ഗവർണറുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. അതേസമയം കേരള സർവകലാശാലയിൽ ഇപ്പോഴും ഭരണപരമായ ചില പ്രതിസന്ധികൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും സിൻഡിക്കേറ്റ് യോഗം നടക്കുന്ന മുറി പൂട്ടി താക്കോൽ കൈവശം സൂക്ഷിക്കാൻ മിനി കാപ്പനോട്, അതായത് ഇപ്പോൾ ഗവർണർ രജിസ്ട്രാർ ചുമതല നൽകിയിരിക്കുന്ന മിനി കാപ്പനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ സിൻഡിക്കേറ്റ് യോഗം നടക്കുന്ന ഹാള് പൂട്ടിയത് വലിയ തരത്തിൽ വിവാദമായിരുന്നു. ഒപ്പം സിൻഡിക്കേറ്റ് അംഗങ്ങൾ അത് സംബന്ധിച്ച് വലിയ പ്രതിഷേധങ്ങളും ഉയർത്തിയിരുന്നു. എന്നാൽ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ചില ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി സിൻഡിക്കേറ്റ് യോഗം നടക്കുന്ന ഹാളിൽ വെച്ച് വിളിച്ചു വരുത്തി ചർച്ചകൾ നടത്തി. ഇത് അംഗീകരിക്കാനാകില്ല എന്നാണ് വൈസ് ചാൻസലറുടെ നിലപാട്. എന്തായാലും നാളെയൊക്കെ ഈ സംബന്ധിച്ച വലിയ തരത്തിലുള്ള ചർച്ചയാവാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല. വൃന്ദ, ശരി, വ്യക്തമാണ്. ബിനോയാണ് വിവരങ്ങൾ പങ്കുവച്ചത്.